الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നോമ്പ് തുറന്നു കഴിഞ്ഞവരെ, നോമ്പിലുള്ളവരെ, രണ്ട് ടീമുണ്ട്. നോമ്പ് നോറ്റ് ഭക്ഷണം കഴിക്കാനുള്ള ലാസ്റ്റ് ടൈമിൽ, മഗ്‌രിബിന്റെ മുമ്പുള്ള ലാസ്റ്റ് 1 hour ഇരിക്കുന്നവരും ഭക്ഷണം കഴിച്ചു വന്നിരിക്കുന്നവരുമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഭക്ഷണം കഴിക്കാത്തവർ പെട്ടവരാണ് സൗദിയിലുള്ള സാലിഫും സൽമാനും, UAE-യിലുള്ള ജൗഹറും, ഇത്രയും പേരല്ലേ. ഖത്തറിലുള്ള ഷെസാനും അല്ലേ. ഭക്ഷണം കഴിക്കാത്ത നിങ്ങളോട് പിന്നെ ഭക്ഷണത്തെ പറ്റി പറയാൻ പറ്റില്ല അല്ലേ. ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടില്ല. ഇവരൊക്കെ കഴിച്ചിട്ട് നോമ്പ് തുറന്ന് പലരും പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാക്കുന്നുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവരാണ്. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചവരോടാണ്. നോമ്പ് നോറ്റവര് രാവിലെ കഴിച്ചു, അല്ലാത്തവര് ഇപ്പോൾ കഴിച്ചവര് ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ച എത്ര പേരുണ്ട് ഇന്ന്? ഷാന്, ആത്തിഫ്, 2 പേര്. മുനീബ്, മൻഹ, ഹംദ, ഹംദാൻ, നാസിൻ, സേറ, സൈന ബിസ്മി ചൊല്ലിയവരാണ്. പിന്നുള്ളവര് ഭക്ഷണം കഴിക്കാൻ പോകുന്നവരാണ്. അവര് ബിസ്മി ചൊല്ലിയിട്ട് കഴിച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. ഇന്ന് 5ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ. 5ഓ 4ഓ 4th ഡേ ആണോ? ഓക്കെ, ഇന്നലെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ആലോചിച്ചു. എന്തൊക്കെ ആലോചിച്ചു? ജോലിയും വിവാഹവും മക്കളും വീടും മരണവും വരെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇന്നലെ അല്ലേ. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും മാളിൽ പോയൊരു കൈപ്പൊക്ക്. മാളിൽ പോയൊരു വലിയ മാളില്, ലുലു മാള്, ഗൾഫിലാണ് നെസ്റ്റോ ഒക്കെ പോലെയുള്ള വലിയ മാളുകളിൽ പോയി. നിങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും വലിയ മാൾ ഏതാണ്? ഇഷാനെ, നീ ഏത് മാളിലാണ് ഏറ്റവും വലിയ മാളിൽ പോയത്? ഐക്യ. ഐക്യയില് നല്ലൊരു മാളാണ്. ഞാനും അവിടെ പോയിട്ടുണ്ട്. അവിടെ എല്ലാ പിന്നെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള എല്ലാവരും എന്തും അവിടുന്ന് പാക്ക് ചെയ്ത് വാങ്ങാം. സൽമാൻ എവിടെ പോയത്? ദുബായ് മാള്. അത് വലിയൊരു മാള് തന്നെയാണ് അല്ലേ, ദുബായ് മാള്. ഓക്കെ, റൈറ്റ്, ശരി. മാളുടെ കാര്യം തൽക്കാലം ഒന്ന് തൽക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾ സന്ദർശിച്ച മാളുകളിൽ പിന്നെ എല്ലാ സാധനങ്ങളും വേറെ വേറെ സെഷൻസ് ആണ് ഉണ്ടാവുക അല്ലെ. മിഠായികൾ, സ്വീറ്റ്സിന്റെ ഒരു ഏരിയ ഉണ്ടാവും, ഡ്രിങ്ക്സിന്റെ ഒരു ഏരിയ ഉണ്ടാവും, വെള്ളങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാവും. അതിൽ പിന്നെ ഫ്രൂട്ട്സ് വേറെ സെക്ഷൻ ആയിരിക്കും, ഇലക്ട്രോണിക്സ് വേറെ ആയിരിക്കും. ഇതൊക്കെ ഉണ്ടാവും അല്ലെ. അതിലൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ഒരു ഡേറ്റ് അതിനൊക്കെ ഉണ്ടാവും. ആ ഡേറ്റ് കഴിഞ്ഞാൽ അത് എന്താവും? അത് ഒഴിവാക്കും, അല്ലെങ്കിൽ അത് കളഞ്ഞ് ഒഴിവാക്കുക ചെയ്യാം. ഒരു മാളില് എത്ര സാധനം ഉണ്ടാവും? ആ സാധനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു നോക്ക്. അതൊക്കെ ഓരോരുത്തർ വാങ്ങിപ്പോകാനുള്ളതാണ് അല്ലെ. ഓരോന്നുമൂലം ഓരോ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുന്ന, എന്ന് വെച്ചാൽ അത് ആർക്കുള്ളതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഓർക്കണുണ്ടോ? ഈമാൻ, ഒരു മലക്ക് വന്ന കഥ പറഞ്ഞത്. ഒരു മലക്ക് വന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഇഹ്സാൻ എന്താണ് എന്നൊക്കെ ചോദിച്ചില്ലേ. അതില് ഈമാൻ കാര്യം എത്ര എണ്ണം അറിയോ? ഈമാൻ കാര്യം എത്ര എണ്ണ? 5. എണ്ണം കാണിച്ചാൽ മതി, ഫിംഗർ കൊണ്ട് കാണിച്ചാൽ മതി. ഈമാൻ എത്ര എണ്ണ? 5 ആണോ 6 ആണോ? 6 ആണ്. 5 അപ്പൊ ഇസ്ലാമോ? 5 pillars ഓഫ് ഇസ്ലാം 5 തന്നെയാണ്. ഓക്കെ, ഈമാനില് ലാസ്റ്റ് 1 ആയിരിക്കാം പറയാൻ പറ്റുക. ലാസ്റ്റ് 1
ഖദറിലുള്ള വിശ്വാസം. എന്താണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? ആർക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടക്കൊക്കെ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഫസ്റ്റ് മെഹഫൂസ് കൈ പൊക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും, ഓ ഇവനെങ്കിലും ഉത്തരം പറഞ്ഞല്ലോ. നോക്കുമ്പോൾ എന്തായിരുന്നു ആക്ച്വലി ക്വസ്റ്റ്യൻ എന്നാണോ ചോദിക്കുക. അതുവരെ ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ എത്ര എണ്ണമാണ് എന്നാണ് ചോദിച്ചത്. എത്ര എണ്ണമാണ്? അത് 6 എണ്ണമാണ്. ഓക്കെ, അതിൽ ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നായിരുന്നു ചോദ്യം. ഓക്കെ, ഓരോരുത്തർക്കും അള്ളാഹ് കണക്കാക്കിയ കാര്യങ്ങളുണ്ട്, അതേ സംഭവിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ എല്ലാം നടന്നോളണമല്ല, അത് അള്ളാഹിന്റെ ഖദറും കൂടി വേണം. അള്ളാഹു അത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അള്ളാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചിട്ടൊന്ന് കൈപൊക്കി. അടുത്ത് കിട്ടാൻ നിങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന, ഉപ്പാനോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ടിരിക്കുന്ന, ഉപ്പ 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 എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അടുത്ത് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന. PS4 അല്ല, PS5 ആണ് അല്ലേ? അപ്പൊ ഓൻ ആഗ്രഹിക്കുന്ന അതാണ്. ഓൻ കളിക്കുന്ന ഗെയിമിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് ഓൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെനിക്ക് കിട്ടുമോ ഈശാനെ? എന്തായാലും കിട്ടൂല. അങ്ങനെ എന്തിനാ പറയുന്നത്? കിട്ടൂല എന്ന് എന്തിനാ പറയുന്നത്? മേടിച്ചരൂല. മേടിച്ചു തരൂലെങ്കിലും എനിക്ക് കിട്ടൂലേ? നിനക്ക് വാങ്ങാലോ. റോബക്സോ? റോബക്സ്. സൽമാന് എക്സാം പാസ് ആവണം. അത് പിന്നെ എന്തായാലും നടക്കുമെന്ന് വിചാരിക്കുക. ഇലക്ട്രിക് സ്കൂട്ടർ വേണം അല്ലേ? അത് കുട്ടികൾക്ക് ഓടിക്കാം, പക്ഷെ റോഡിൽ സൂക്ഷിക്കണം. ഡെത്ത് വരെ നടക്കുന്നുണ്ട്. ഡെത്തിനേക്കാളും അപകടം. അല്ല, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. നിങ്ങൾ നിയർ ബൈ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഇലക്ട്രോണിക് ഡിവൈസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം, ഈ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒന്നും നടക്കണമെന്നില്ല. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിന്നെ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ? ഒരു ഫുഡ് ഐറ്റം നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ? ഇപ്പം ചിക്കൻ ഇങ്ങനെ പൊരിച്ച് ഒരു പ്ലേറ്റിൽ നിറയെ ചിക്കൻ ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതൊരു ലെഗ് പീസ് ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ലെഗ് പീസ് നല്ല ഇഷ്ടമാണെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ആദ്യം ഇഫ്താറിന്റെ മുമ്പേ അതിങ്ങനെ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ അത് നോട്ട് ചെയ്ത് വെക്കും അല്ലെ? ഇത് ഞാൻ എടുക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു വെക്കും അല്ലെ? പക്ഷേ നമ്മൾ എടുക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ആരോ അത് എടുത്തിട്ട് കഴിച്ചു, നമുക്കത് കിട്ടിയില്ല. അത് ചെറിയൊരു ഉദാഹരണമാണ്. ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, സങ്കടപ്പെട്ടവര്, ഇന്ന് കരഞ്ഞവര് കൈപൊക്ക്. ഇന്ന് ആരും കരഞ്ഞില്ല. ഇന്ന് കരയാത്ത ദിവസമാണോ? ഓക്കെ, ഇഷാന് എന്തിനാടാ തല്ല് കിട്ടി? കരഞ്ഞിട്ടില്ല, സങ്കടപ്പെട്ടു. എന്തിന്? അതിന്റെ ഫ്രണ്ടിന് ഞാന് കൊണ്ടുപോകാൻ സൈക്കിൾ കൊടുത്തിരുന്നു. പുതിയ സൈക്കിളായിരുന്നു. അപ്പൊ ഓൻ കൊണ്ടുപോയി കുറെ നേരമായിട്ട് ഓനെ കാണാനില്ല. അപ്പൊ സൈക്കിൾ പോയാറുണ്ട്. ഞാൻ ചെറിയ സങ്കടം. ഒരാൾ ഉപകാരത്തിന് ഒരു സൈക്കിൾ കൊടുത്തിട്ട് അവന് നമ്മൾ ഉപദ്രവിച്ചു കളഞ്ഞു അല്ലെ? അവൻ അതും കൊണ്ട് പോയോ എന്ന്. പക്ഷെ തിരിച്ചു വന്നില്ലേ ഇഷാനെ? തിരിച്ചു വന്നില്ലേ? ഓക്കെ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ സൈക്കിള്, നല്ല സൈക്കിള്, വലിയ 25,000 റുപ്യന്റെ ഒക്കെ വിലയുള്ള വലിയ നല്ല ക്വാളിറ്റി ഉള്ള സൈക്കിള് താഴെ വെച്ച് ലോക്ക് ചെയ്ത് മേലോട്ട് റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ സാധനം അവിടെ കാണില്ല. ഒരു തെളിവുമില്ല. CCTV പോലും കാണുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം? സൈക്കിള് മിസ്സായി. അവനുണ്ടായ സങ്കടം ചില്ലറിയാ. പക്ഷെ ഇവന് കൊടുത്തു, സൈക്കിള് തിരിച്ചു വന്നു അല്ലെ? അപ്പൊ കൊച്ചു സങ്കടങ്ങൾ പെട്ടെന്ന് ഉണ്ടാവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
താക്കോല് കളഞ്ഞു പോയി. നിങ്ങളടുത്ത് താക്കോലുണ്ടോ? താക്കോലുള്ളവർ എന്തിന്റെയും കീ ഉണ്ടെങ്കിൽ കൈവക്ക്. ഉണ്ടോ? എന്തിന്റെ കീയാടാ? സൈക്കിളിന്റെ. ആത്തിഫിന്റെ എന്തിന്റെയാ? ഷെൽഫോ? റൂമിന്റെയും സൈക്കിളിന്റെയും. ഓക്കെ. ഷെസാന് എന്തിന്റെ കീയാടാ? സൈക്കിളിന്റെ. ഓക്കെ. നിങ്ങളുടെ കയ്യിലുള്ള കീ കളഞ്ഞു പോയി എന്ന് വിചാരിച്ചോ. കളഞ്ഞു പോവാന്ന് പറഞ്ഞാൽ അറിയില്ലേ, അത് മിസ്സായി. നിങ്ങൾ നന്നായി തിരയാൻ തുടങ്ങി. അങ്ങനെ തെരഞ്ഞ് അവസാനം നിങ്ങൾ നിരാശനായി. നിരാശനായെന്ന് അറിയില്ലേ? നിരാശ, ഡിസപ്പോയിന്റഡ് എന്നൊക്കെ പറയില്ലേ? വളരെയധികം. കാരണം ഇത് തുറക്കാനും പറ്റില്ല, നമുക്ക് എന്താ ചെയ്യുക ഇനി, എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ ബെഡിൽ അങ്ങ് ഇരുന്നപ്പോ കൈമിൽ എന്തോ പില്ലോന്റെ താഴെയായിട്ട് എന്തോ ഒന്ന് തടഞ്ഞു. നോക്കുമ്പോൾ ചാവിയാണ്, കിട്ടി. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അൽഹംദുലില്ലാ. അല്ലെ? ഒരാള് താക്കോല് കളഞ്ഞു പോയിട്ട് ആ താക്കോല് തിരിച്ചു കിട്ടുമ്പോ ഒരു ആൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവോ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന്, പെറ്റ്സിനെ വളർത്തുന്നവരുണ്ടോ വീട്ടില്? നായ, പൂച്ച, എലി, ആന, എന്തെങ്കിലും വീട്ടിലുണ്ടോ? എന്താ ഉള്ളത്? നിങ്ങളുടെ വീട്ടിൽ എന്താ ഉള്ളത്? ഇവയുടെ വീട്ടിൽ എന്താ? ആ, റാബിറ്റും ഉണ്ട്. ഓക്കെ. അവിടെ എന്താ ഉള്ളത് ഈശാന്റെ വീട്ടില്? പൂച്ച. ആ, എന്താ ഉള്ളത്? പൂച്ച. കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ഒരു പെറ്റിനെ നമ്മളെ മീറ്റിങ്ങില്. ആ, സൽമാന്. ഫിഷ് ഉണ്ടായിരുന്നു, അത് ഇപ്പൊ പോയി. ഫിഷ് ഉണ്ടായത് പോയി. ഓക്കെ. അപ്പൊ ഈ പെറ്റ് കളഞ്ഞു പോയാൽ എങ്ങനെ ഉണ്ടാവും? അതിനെ ഡെയിലി അതിനെ കാണുന്ന, രാവിലെ എണീറ്റ് നോക്കുന്നവർക്ക് അത് മിസ്സായാലും ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് അത് തിരിച്ചു കിട്ടിയാൽ എത്ര സന്തോഷമാണോ, അതുപോലെയാണ് അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്ന് പിന്നെ അയാള് തിരിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന് അത്ര ഇഷ്ടമാണ് എന്നാണ്. തെറ്റ് ചെയ്യാത്തവരൊക്കെ കൈവക്ക്. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? ഉണ്ടാവോ? ഈ ലോകത്ത് ഏതെങ്കിലും മനുഷ്യൻ തെറ്റ് ചെയ്യാത്ത മനുഷ്യനുണ്ടോ? ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് അറബിയിൽ ഒരു വാക്കുണ്ട്. തെറ്റ് ചെയ്യാതെ പരിശ്രമിക്കുന്നതിന് ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ജിഹാദ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ജിഹാദ് ഫീ സബീലില്ല. ജിഹാദിന് പല വേർഷനും ഉണ്ട്. അതിലൊന്നാണ് തെറ്റ് ചെയ്യാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പരിശ്രമം നടത്തുന്നതിനെയാണ് ജിഹാദ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്ത ആളുകൾ ആ തെറ്റിനെ അസ്തഗ്ഫിറുള്ള, നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? അസ്തഗ്ഫിറുല്ലാന്ന് എപ്പോഴാ അസ്തഗ്ഫിറുല്ലാന്ന് പറയാ? ഇന്ന് അസ്തഗ്ഫിറുല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവെ അത് പുറത്തു തരണേന്ന്, അല്ലെ? അസ്തഗ്ഫിറുല്ലാന്ന് പറയണം. ഖുർആന് എതിരായിട്ട് നമ്മൾ ജീവിച്ചാൽ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകുന്നതാണ്. അള്ളാഹു ശിക്ഷ നൽകുന്ന ഒരു കാര്യം, ഖുർആനിലെ ഒരു കാര്യം പറയാണ്, നമ്മൾ ഉമ്മയോട് മോശമായിട്ട് പെരുമാറുക. ഉമ്മയോട് മോശമായിട്ട് പെരുമാറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്ക്. ഇപ്പൊ സൂമിലേക്ക് ആ ഉമ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണോ എന്ന് ചോദിക്കാൻ. ഇപ്പൊ വിളിക്കാൻ പോവാണ്. മോശമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ വാശി കാണിക്കുക, ഇന്ന ഫുഡ് വേണമെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുക, സിബ്ലിങ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുക. ഇതൊക്കെ എല്ലാവരും എല്ലാ വീട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ, അല്ലേ? ഇന്ന് ഉമ്മയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാത്തവര് കൈപൊക്കിയേ. ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ശരിയാ? ഓക്കെ. ഇന്നലെ ഉണ്ടാക്കിയില്ല എന്നുള്ളവര്, ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈ ആഴ്ചയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. നിങ്ങളുടെ ഉമ്മാക്ക്
എത്ര മക്കളുണ്ട്? വിരലോണ്ട് കാണിച്ചേ. എൻ്റെ ഉമ്മാക്ക് 4 മക്കളാ. നിങ്ങളുടെ ഉമ്മാക്ക് എത്ര മക്കളാണ്? അത്രയില്ലേ? അതില് നിങ്ങളെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നിങ്ങളെയാണോ എന്ന് തോന്നുന്നവര് കൈപൊക്ക്. മക്കളിൽ നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൈപൊക്ക്. ഹംദാനെ, അവിടെ ഒരു കുട്ടിയേ ഉള്ളൂ? ഈ ഒറ്റ മോനേ ഉള്ളൂ? അപ്പൊ പിന്നെ ഓക്കെയാണ്. പിന്നെ വേറെ ഇഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. ഓക്കെ. സൽമാനെ? എന്റെ ഉമ്മക്ക് ഞങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമാണ്. രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ അതിൽ കൂടുതൽ ഇഷ്ടം ആരോടാണെന്നാ? നോർമലി രണ്ടുപേരും ഇഷ്ടമാണ്. എല്ലാ ഉമ്മമാർക്കും മക്കളിലെ എല്ലാ മക്കളെയും ഇഷ്ടമാണ്. അല്ലേ? അല്ലേ? അഫാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് കേരളത്തില്. ഇപ്പൊ ജയിലിലാണ്. അഫാൻ എന്താ ചെയ്തതെന്ന് ആർക്കെങ്കിലും അറിയോ? ഉമ്മയെ കൊന്നു, അല്ലേ? ഉമ്മയെ കൊല്ലുന്ന, അല്ലെ ഉമ്മയെ അടിക്കുന്ന, ഉമ്മയെ ഉപദ്രവിക്കുന്ന ആളുകളും ഉണ്ട്, അല്ലേ? ഉമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള മക്കളാവാൻ, അഥവാ ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും ഇഷ്ടം നേടാൻ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആരാ പറയാ? ഉമ്മാന്റെയും ഉപ്പാന്റെയും ഇഷ്ടം നേടാൻ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആർക്കാ പറയാൻ പറ്റുക? നമ്പർ 1, നമ്പർ 2, നമ്പർ 3. നമ്പർ 1 എന്താണ്? നിസ്കരിക്കുക. അത് അതല്ല. അത് വേണം, വേണ്ടെന്നല്ല, അതല്ല. നമ്പർ 1 അത് തന്നെയാണ്. അനുസരിക്കുക, ഒബീഡിയന്റ് ആവുക, അല്ലെ? അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കലും അനുസരിക്കലും ഡിഫറെന്റ് ആണ്. ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്, കേൾക്കുന്നില്ലേ? ചെവിക്ക് ആർക്കെങ്കിലും വല്ല കംപ്ലൈന്റും ഉണ്ടോ? കേൾക്കാത്തതല്ല പ്രശ്നം, അനുസരിക്കാത്തതാണ്, അല്ലെ? അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ എന്താണ് ഈ അനുസരണം? ഓൾ സ്റ്റാൻഡപ്പ്. സിറ്റ് ഡൗൺ. നോക്കൂ, എത്ര പേര് അനുസരിച്ചു? അനുസരിച്ചവര് കൈബുക്ക്, അനുസരിക്കാത്തവര് കൈബുക്ക്. അനുസരിക്കാത്തവര് കണ്ടില്ലേ? അനുസരിക്കാത്തവരെ കണ്ടില്ലേ? ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഓൾ സ്റ്റാൻഡപ്പ്. ഓൾ സിറ്റ് ഡൗൺ. അനുസരിച്ചവര് കൈബുക്ക്. ഇപ്പൊ എല്ലാരും ആയി. ആദ്യം എല്ലാവരും അനുസരിച്ചില്ല, അല്ലെ? രണ്ടാമത് എല്ലാവരും അനുസരിക്കുകയും ചെയ്തു. റൈറ്റ്? ഓക്കെ. അപ്പോ ഒബീഡിയന്റ് ആവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ. ആരോട്? ഉമ്മാനോട്. ഉമ്മ പറഞ്ഞത് ഇന്ന് അനുസരിച്ചവര് കൈപൊക്കി. ഓക്കെ. എന്താ അനുസരിച്ചെന്ന് ഓർമ്മ ഉള്ളവരൊക്കെ കൈപൊക്ക്. ഇന്ന് ഉമ്മ പറഞ്ഞത് എന്താ നിങ്ങൾ അനുസരിച്ചത്? സൽമാനെ തുടങ്ങ. ഇന്ന് ലെസൺ പഠിക്കും. അത് നിന്റെ കാര്യമല്ലേ? നീ ലെസൺ പഠിക്കേണ്ടത് ശരിക്കും ഉമ്മാന്റെ കാര്യമല്ല, അത് നിന്റെ ഡ്യൂട്ടിയാണേ. ഓക്കെ. ഇഷാന് എന്താ അനുസരിച്ച്? ഇഷാൻ വെള്ളം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു. ഇത് ഇഫ്താറിന് തണുത്ത വെള്ളം ആവശ്യം ഉണ്ടാവും. അപ്പൊ അവൻ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു. അവൻ അത് ചെയ്തു. ഹംദാൻ എന്താ ചെയ്ത്? നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ചു. ശരിക്കും നിസ്കരിച്ചു നേരത്തെ സൽമാൻ പറഞ്ഞു പഠിച്ചു. ഇത് രണ്ടും ഉമ്മാക്ക് വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ഐസ്ക്രീം ഉണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങളോട് പറയാണ് തിന്നോളൂ. അപ്പൊ നിങ്ങൾ തിന്നും. അത് ശരിക്കും എനിക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണോ? ഇല്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അതുപോലെയാണ് നിസ്കാരം, നിങ്ങളുടെ കാര്യമാണ്.
നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. റൈറ്റ്? ജഹാൻ ജഹാൻ എന്താ ചെയ്ത്? പറ, വെറുതെ ആണോ കൈപൊക്കുന്നത്? ആഫിയ, പ്ലേറ്റ് ഉമ്മ പറഞ്ഞു പ്ലേറ്റ് കഴുകി, പ്ലേറ്റ് എല്ലാം കഴുകി വെക്കൂ അല്ലേ? ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇഫ്താറിനാവട്ടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം പ്ലേറ്റും നമ്മൾ ഫുഡ് കഴിച്ച പ്ലേറ്റും നമ്മുടെ ഗ്ലാസും നമ്മൾ കഴുകി വെക്കും എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്തവരൊക്കെ കൈപൊക്കി, സ്വന്തം പ്ലേറ്റും ഗ്ലാസും. കുറച്ച് പേര് കഴുകാത്തവരുണ്ട്. അവരെന്ത് ചെയ്യണം? അവര് മാറണം, നന്നാവണം ഈ കാര്യത്തിൽ കേട്ടോ, ഉണ്ടാവണം. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ഈ ആഴ്ച, ഈ റമദാൻ തുടങ്ങിയ ശേഷം ഉമ്മ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഒബേ ചെയ്ത അനുസരിച്ചവർ കൈപൊക്കുക. സൽമാൻ വീണ്ടും പൊക്കുക. ഇഫ്താറിന് വേണ്ടിയുള്ള ഫുഡുകൾ സുപ്പറയിൽ കൊണ്ടുപോയി വെക്കാൻ. ഇഫ്താറിനുള്ള അത് എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്കുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അതൊരു കാര്യമാണ്, അതൊരു ഒബേ ചെയ്ത കാര്യമാണ്. ഓക്കെ, മിയാസ് മിയാസ് ഓ ക്ലാസ് അവിടെ കൊണ്ടുവച്ച് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുവെക്കാൻ പറഞ്ഞു, സെർവ് ചെയ്യാൻ, ഇഫ്താറിനുള്ള സെർവ്. പിന്നെ ആരാ? ഹിന. ഹിന പറ. ഞാൻ നിങ്ങളുടെ പേര് വിളിച്ച ഉടനെ നിങ്ങളെ മൈക്ക് ഓൺ ആകുന്നുണ്ട്. പിന്നെ നിങ്ങളൊന്ന് തൊടുമ്പോ അതെന്ത് ചെയ്യാ, അത് ഓഫായി പോവാണ് ചെയ്യുന്നത് കേട്ടോ. ജൗഹർ എന്നോട് ഇരിക്കുന്നായിരുന്നു, എന്താ പറഞ്ഞേ? ടേബിൾ ഷീറ്റ് വിരിക്കുന്നായിരുന്നു. ടേബിൾ ഷീറ്റ് വിരിക്കായിരുന്നു, നീ ചെയ്തു. ഇഷാന് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. എന്താ? ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. ഓക്കെ, ചെടിക്ക് വെള്ളം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. ഓക്കെ, ശരി. ഈ റമദാൻ തുടങ്ങിയ ശേഷം ഒരു കാര്യവും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്ന ഒരു കാര്യം, അതൊന്ന് പറഞ്ഞേ. നിങ്ങളോട് പറഞ്ഞത് ചെയ്യടാ എന്ന് പറഞ്ഞില്ലേ, ചെയ്യടീന്ന് പറഞ്ഞിട്ടും ചെയ്യാതിരുന്ന ഒരു കാര്യം എന്താണ്? ഷെസാനെ എന്താടാ? നിസ്കാര മടിയന്മാരുണ്ട് അല്ലെ? നല്ല നിസ്കാര മടിയന്മാരുണ്ട്. നിസ്കാര മടി മാറാന് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊന്ന് ചോദിക്കട്ടെ. ഇനി ആരാ ഉള്ളത്? ഒബേ ചെയ്യാത്ത, ഉമ്മ പറഞ്ഞ് കേൾക്കാത്ത ഒരു കാര്യമാണ് പറയേണ്ടത്. ആരാണ്? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. 50 പേര് വന്നിട്ടുണ്ട്, 50 ആളും വീഡിയോ ഓൺ ചെയ്യും. മുനീബ്, എന്താടാ ഒബേ ചെയ്യാത്തത്? നീ എന്താ ചെയ്തോണ്ടിരുന്ന ഫോണില്? യൂട്യൂബ് ആണോ, ഗെയിം ആണോ? ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആണ് എന്ന കാര്യം അറിയാലോ അല്ലെ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആണ്, രഹസ്യങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട്. അള്ളാഹു അറിയുന്നു എന്നല്ല, അള്ളാഹു അറിയുന്നതോടൊപ്പം തന്നെ വേറെ പലരും അറിയുന്നുണ്ട് എന്ന കാര്യം അറിയാം. ഓക്കെ, പിന്നെ അനുസരിക്കാത്ത കാര്യമാ ചോദിക്കുന്നത് കേട്ടോ, അനുസരിച്ച കാര്യമല്ല. ഇന്ന് ഗെയിം ആണെങ്കിൽ കളിച്ചിട്ട് ഓഫാക്കാൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഗെയിം കളിച്ചപ്പോ ഓഫാക്കാൻ പറഞ്ഞു, അനുസരിച്ചില്ല. സെറ, ഞാന് ഉമ്മ പറഞ്ഞ് നിസ്കരിക്കുന്നത് ചേച്ചി ലാസ്റ്റ് എന്തൊക്കെയും ഉമ്മ പറഞ്ഞ് കേട്ടിട്ട ലാസ്റ്റ് എന്തൊക്കെയാ അത് നിസ്കരിച്ചു. ഓക്കെ, അപ്പോ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. ഞാനും ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഓക്കെ, നിസ്കരിക്കാൻ മടിയുള്ളവരൊക്കെ കൈപൊക്കി. നിസ്കരിക്കാൻ മടിയുള്ളവര് നാളെ നിസ്കാരം എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാട്ടോ. ആദ്യ നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള നിസ്കാരം ആണ്. നമ്മുടെ നിസ്കാരം പോലെയല്ല, ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. എന്തിനാണ് നിസ്കരിക്കുന്നത്? ക്വസ്റ്റ്യൻ. കൂലി കിട്ടാന്ന് പറയണ്ട, അതടക്കട്ടെ, എല്ലാം കൂലിയാക്കണ്ട. നിസ്കാരം എന്തിനാണ്? വൈ?
എന്തിനാണ് നിസ്കാരം? ചില കുട്ടികളൊന്നും ഇതിൽ ഇൻവോൾവ് ചെയ്യണില്ല കേട്ടോ, ഒന്നും പറയണം മിണ്ടണില്ല, വയല് കേൾക്കാൻ വന്നവരാ. ഇതുവരെ ഒന്നും പറയാത്ത ഒരാൾ പറ. നെയ്ല 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 പെർവീൻ പറയും. എന്തിനാ നിസ്കാരം? പഠിച്ചോനെ, ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെക്ക്. മൊബൈൽ വന്നവരൊക്കെ ലാൻഡ്സ്കേപ്പിൽ വെക്ക് ഫോണ്. വീഡിയോയിൽ ഭംഗി ഉണ്ടാവുള്ളൂ. നോക്ക്, സ്വർഗം കിട്ടാൻ, കൂലി കിട്ടാൻ, അതിനൊന്നും അല്ല നിസ്കാരം. നിസ്കാരം കൂലി കിട്ടാനല്ല, സ്വർഗം കിട്ടാനല്ല. നിസ്കാരം എന്തിനാ എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമസ്കാരം? റാസി സിറ്റി റാസി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ. അതൊക്കെ നിസ്കാരത്തില് ഇപ്പൊ നമ്മള് ഒരു സ്റ്റുഡന്റ് സ്കൂളിൽ പോണ എന്തിനാ? പലർക്കും പല ഉത്തരവ് ഉണ്ടാവുക. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ സ്കൂളിൽ പോയാൽ, PT ഉണ്ട്, അല്ലെ ചില കുട്ടികൾ പല ആൻസറും പറയും. പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന്റെ അൾട്ടിമേറ്റ് എയിം വേറെയാണ്, അല്ലെ? എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോ അല്ലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ സ്കൂളിൽ തന്നെ പോകണം, അപ്പൊ ഞാനും ആ സ്കൂളിലാണ് പഠിക്കുക, അങ്ങനെയൊക്കെ പലരും പറയും. അതുപോലെ നിസ്കാരം എന്നതിന് പല ഉത്തരങ്ങളുണ്ട്. പക്ഷെ ശരിയായ ഉത്തരം എന്തിനാണ് നമസ്കാരം? ഫസ്ലുർ റഹ്മാൻ. അല്ല, ഈ നിസ്കാരം ഇബാദത്താണല്ലോ. ഈ ഇബാദത്ത് എന്തിനാണ്? നോമ്പ് എന്തിനാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ 4 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞു വന്നു, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാനാണ് എന്നുള്ളത്. തഖ്വ എന്താന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിസ്കാരം എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ നിസ്കരിക്കുന്നത്? എന്തോ ഒരു പോയി ഒതു എടുക്കണം, എന്തൊക്കെ ചടങ്ങുകളാ, എന്തൊക്കെ ചൊല്ലണം, എന്തിനാണ് നമസ്കാരം? അതിന്റെ പർപ്പസ് എന്താണ്? ഇബാദത്തല്ല ജഹാൻ, ഇബാദത്താണ്, പക്ഷെ ഇബാദത്തല്ല മെയിൻ ഉദ്ദേശം. അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ. അതും നിസ്കാരത്തിന്റെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. നിങ്ങൾ പറഞ്ഞ അള്ളാഹുവിന് നന്ദി കാണിക്കാനാണ്, ഇബാദത്താണ്, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഫിസിക്കലി ഉള്ള ബെനിഫിറ്റ് ഒരുപാടുണ്ട്. ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയുടെ എല്ലാ എല്ലുകളും ഒന്ന് ഇളകുന്നുണ്ട്, അല്ലെ? ശരീരത്തിന്റെ എല്ലുകളൊക്കെ ഇളകുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആവുന്നുണ്ട്, ഫിസിക്കലി ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, അല്ലെ? നമ്മളൊന്ന് ഇളകുന്നുണ്ട്. ഒന്ന് റുക്കൂ ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് പല ജോയിന്റ് പെയിനുകളൊക്കെ മാറിക്കിട്ടും. അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ് അതിലുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഇതിന്റെ അൾട്ടിമേറ്റ് എയിം? എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് എനിക്ക് വേണ്ടത്. ബ്ലഡ് എവിടുന്നാ വരുന്നത്? തലേന്നാണോ ചെസ്റ്റ് നിന്നാണോ? എവിടുന്ന ബ്ലഡ് സർക്കുലേഷൻ പമ്പിങ് നടക്കുന്നത്? എവിടുന്ന? സയൻസ് പഠിച്ചവർക്ക് അറിയാം, ചെസ്റ്റ് എന്നാണ്. ചെസ്റ്റിന്ന് ബ്ലഡ് ഈ തലയിലെത്താൻ എന്താ ചെയ്യേണ്ടത്? തലയിലേക്ക് ബ്ലഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കൈയുടെ അറ്റത്ത് ചെറിയ മുറിവ് വന്ന് ബ്ലഡ് ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ലീക്ക് ആവുന്ന ബ്ലഡ് നിൽക്കാൻ നമ്മൾ കൈ ഉയർത്തിപ്പിടിച്ച്, അതായത് ചെസ്റ്റിന്റെ മേലേക്ക് വരുമ്പോൾ എന്താവും? ബ്ലഡ് താഴോട്ട് ഇറങ്ങും. അപ്പം ചെസ്റ്റിന്റെ താഴോട്ട് വരുമ്പോഴാണ് ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ആവുന്നത്. അപ്പൊ സുജൂദിനെ പറ്റി ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. നമ്മൾ ഈ സുജൂദ് ചെയ്യുന്ന സമയം ശ്രദ്ധിച്ചു നോക്കേ, കണ്ണിൽ വരെ ബ്ലഡ് എത്തുന്നതാണ്. കണ്ണിലും ഈ ബ്രെയിനിലും ഈ ഏരിയയിലും ഈ മുഖത്തൊക്കെ ബ്ലഡ് എത്തുന്നുണ്ട് സുജൂദ് ചെയ്യുമ്പോൾ. ഒരു കനം പോലെ തോന്നുന്നുണ്ടാവും. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? സുജൂദ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സുജൂദ് ചെയ്ത് എല്ലാവരും പോയിട്ട് എവിടെയെങ്കിലും ഒന്ന്, എന്നിട്ട് കണ്ണിലേക്കും ബ്ലഡ് ഈ ബാക്കിലെ നെർവിലൂടെ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ബ്ലഡ് എത്തുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ടോ നോക്ക് സുജൂദ് ചെയ്യുന്ന സമയത്ത്. ടേബിളിൽ ഇങ്ങനെ സുജൂദ് ചെയ്തിട്ട് കാര്യമുണ്ടോ? സുജൂദായിട്ട് ചെയ്യണ്ടേ? അങ്ങനെ ഫീല് വരുന്നവർ കൈവക്കും. അങ്ങനെ ഫീല് വരുന്നുണ്ടോ? നമ്മുടെ മുഖത്തേക്കൊക്കെ വരുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ താഴെയാണ് നമ്മുടെ മുഖം വരുന്നത്. ചില സ്റ്റഡീസ് പറയുന്നത് ബുദ്ധി കൂടുകയും മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കുറേ ബെനിഫിറ്റ് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല നിസ്കാരത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്താണ്? നിസ്കരിക്കാൻ മടിച്ചികളായ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാണ് നിസ്കാരം എന്നത്
പ്രധാനപ്പെട്ട കാര്യമാണ്. സിയ ഫാത്തിമ പറഞ്ഞേ, എന്തിനാ നിസ്കാരം? അള്ളാഹുവിനോട് സംഭാഷണം. അതും നിസ്കാരമാണ്, അതും ശരിയാണ്, ഒരു മുനാജാത്താണ്. ആർക്കെങ്കിലും നോക്കി എല്ലാവരും ഒന്ന് കേൾക്കേ, ആർക്കെങ്കിലും അള്ളാഹുവോട് സംസാരിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ പോയിട്ട് നിസ്കരിക്കുക. നിങ്ങൾ ടോക്ക് ചെയ്യുന്ന ആരോടാണ്? അള്ളാഹുവോടാണ്. അള്ളാഹുവോടല്ലേ? വജ്ജഹുത്തു അറിയോ? വജ്ജഹുത്തു അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി. ചിലർക്കൊക്കെ നിസ്കാരത്തിലെ ദുആ അറിയില്ല എന്നുള്ളതാണ് സത്യം. വജ്ജഹുത്തു അറിയുന്നവർ കൈപൊക്കി. വജ്ജഹുത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്. ഫതറസ് സമാവാതി വൽ അർള്. സമാവാത്തിന്റെ ഈ ഭൂമിയുടെ മാത്രമല്ല, ഈ ആകാശങ്ങളുണ്ട്. എത്ര ആകാശമുണ്ട്? എത്ര ആകാശമുണ്ട്? എത്ര ആകാശമുണ്ട് എന്നൊന്ന് വിരലുകൊണ്ട് കാണിച്ചേ. ഒറ്റ ആകാശമല്ലേ ഉള്ളൂ. മേലോട്ട് നോക്കുമ്പോ ഒന്നല്ലേ ഉള്ളൂ? ഒന്നല്ലേ ഉള്ളൂ. ആകാശം ഒന്ന്, ഭൂമി ഒന്ന്, കടലൊന്ന്. എത്ര കടലുണ്ട് ലോകത്ത്? എത്ര ഓഷ്യൻ ഉണ്ട്? എത്ര കടലുണ്ട്? ഒറ്റ കടലേ ഉള്ളൂ കേട്ടോ. ഒറ്റ കടല്. കോഴിക്കോട് ബീച്ചിൽ വന്നാലും, ഷാർജ ബീച്ചിൽ വന്നാലും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ ചെന്നാലും, അല്ലെങ്കിൽ ലോകത്ത് എവിടെ ബീച്ചിൽ ചെന്നാലും ആ കാണുന്ന കടല് തന്നെയാണ്. ഒരേ കടലേ ഉള്ളൂ. ആ കടല് ഒറ്റ കടലേ ഉള്ളൂ, ലോകത്ത് വ്യാപിച്ച് കിടക്കുക. ഓരോ ബീച്ചിൽ ചെന്ന് ഓരോരുത്തർ ഓരോ ബീച്ചിന്റെ പേര് പറയാം. കോഴിക്കോടാണെങ്കിൽ കാപ്പാട് ബീച്ച് എന്ന് പറയുമ്പോൾ അത് കാപ്പാടുകാർ, ആ നാട്ടിലുള്ളവർ അങ്ങനെ പറയും. പൊന്നാനി ചെന്നാലോ പൊന്നാനി ബീച്ച് എന്ന് പറയും. നോക്കുമ്പോൾ ബീച്ച് തന്നെ ഉള്ളൂ, പക്ഷെ കടലൊന്നേ ഉള്ളൂ അല്ലെ? പക്ഷേ ഭൂമിയോ? ഭൂമി എത്ര എണ്ണം ഉണ്ട്? ഭൂമി കുറെ എണ്ണം ഉണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. ഒരു ഭൂമിയല്ലേ? നമ്മളെല്ലാവരും നിൽക്കുന്നത് ഒരു ഭൂമിയിലല്ലേ? നിങ്ങൾ വേറെ ഭൂമിയിലാ? നിങ്ങൾ വേറെ അന്യഗ്രഹ ജീവികളാ? ഞാൻ വേറെ ഭൂമിയിലാ? അല്ല, നമ്മളൊക്കെ ഒരു ഭൂമിയിലാണ്. ഒരു ഭൂമി, ഒരു കടൽ, ആകാശം എത്ര എണ്ണം ഉണ്ട്? ആകാശം ഒന്നാണ് നമ്മുടെ കാഴ്ചയിൽ. കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒന്നേ ഉള്ളൂ. മേലോട്ട് നോക്കിയാൽ രണ്ട് ആകാശം കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഖുർആൻ പറഞ്ഞത് സബഅ സമാവാത്ത്. സബഅൻ എന്ന് പറഞ്ഞാൽ എത്ര? വാഹിദ് ഇസ്നാനി. സബഅ എന്ന് പറഞ്ഞാല് 7, 7. 7 ആകാശങ്ങളുണ്ട് അല്ലെ? നക്ഷത്രങ്ങളെ പറ്റിയോ? സണ്ണിനെ കണ്ടവരൊക്കെ കൈബുക്ക്. എന്ത് ചോദ്യ ചോദിക്കുന്നത്? സണ്ണിനെ കണ്ടവര്? ഓക്കെ. മൂണിനെ കണ്ടവര്? ഈ റമദാനില് മൂണിനെ കണ്ടവര്? ശരി. സണ്ണിനാണോ മൂണിനാണോ ഏറ്റവും വലുത്? സണ്ണാണോ മൂണാണോ വലുത്? ബിഗ് വൺ ഏതാ? സണ്ണാണ്. ശരിയല്ലേ? അല്ലെ? ഈ ഭൂമിയാണോ, ഈ എർത്ത്, ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭൂമിയാണോ സൂര്യനാണോ വലുത്? ആരാ ഉത്തരം പറയാ? ലൈബ. ലൈബ പറയും. ഭൂമിയാണോ സൂര്യനാണോ വലുത്? സൂര്യൻ. സൂര്യനാണ്. സൂര്യൻ. സൂര്യനാണ്. ശരി, കറക്റ്റ്. ആകാശത്ത് രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങളിൽ പെട്ട ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് അറിയുന്നവരൊക്കെ കൈബുക്ക്. ആകാശത്ത് നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നില്ലേ? ആ സ്റ്റാർസിൽ പെട്ട ഒരു സ്റ്റാർ ആണ് സണ്ണ് എന്ന് അറിയുന്നവർ കൈബുക്ക്. ശരി. അതിൽപ്പെട്ട ഏറ്റവും വലിയ സ്റ്റാർ സണ്ണാണോ അല്ലെങ്കിൽ വേറെ ഉണ്ടോ? ഗൂഗിൾ ചെയ്യേണ്ടി വരുമോ അതോ നിങ്ങൾ ഉത്തരം പറയുമോ? ആകാശത്ത് രാത്രി കാണുന്ന സ്റ്റാർസിൽ ഏറ്റവും വലിയ സണ്ണിനാണ് ഏറ്റവും വലുപ്പം. അയാനെ? സണ്ണിന്റെ കാട്ടി വലിപ്പമുള്ള വേറെ പ്ലാനറ്റ്സ് ഉണ്ട്. പേര് ആ, സണ്ണിനേക്കാൾ എത്രയോ വലിയ സ്റ്റാർ ആകാശത്തുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗൂഗിൾ ക്വസ്റ്റ്യൻ ആണ്. ഗൂഗിൾ ചെയ്യാൻ ധൈര്യമുള്ളവർ അല്ലെ അറിവുള്ളവർ ഗൂഗിൾ ചെയ്തോളൂ. ഒരു ഗാലക്സിയിൽ എത്ര സ്റ്റാർസ് ഉണ്ടാവും ഏകദേശം? അവിടെ പോയിട്ട് എണ്ണി നോക്കാനൊന്നും നമുക്ക് കഴിയില്ല. വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യുക, ചാറ്റ് GPT ചോദിക്കുക ചെയ്താൽ മതി. ഹൗ മെനി സ്റ്റാർസ് ഇൻ എ പ്ലാനറ്റ്? ഇൻ എ ഗാലക്സി ആണ്, ഇൻ എ പ്ലാനറ്റ് അല്ല, ഇൻ എ ഗാലക്സി. ഒരു ഗാലക്സിയിൽ എത്ര കിട്ടിയ? ആൻസർ കിട്ടിയാ? ആൻസർ കിട്ടിയാ? ആതിഫ് എവിടെ? ആതിഫിനെ കാണാതായിപ്പോയല്ലോ. ആതിഫിനെ ഞാൻ അൺമ്യൂട്ട് തരാൻ മതി. ആരോ റൈസ് ചെയ്ത്. ആതിഫിനെ കാണുന്നില്ല.
എവിടെ ആത്തിഫ നീ? ഓക്കെ. എത്ര കിട്ടി? 100 billion. 100 ബില്യൺ. ബില്യൺ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ആലോചിച്ചോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിപ്പം ഭൂമിയേക്കാൾ എത്രയോ വലിയ സൂര്യൻ. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള വലിപ്പത്തെ പറ്റി ഗൂഗിൾ എന്താ പറയുന്നത്? ഒന്ന് സെർച്ച് ചെയ്ത് എത്ര വലുപ്പമുണ്ട്, എത്ര ഇരട്ടി വലുപ്പമുണ്ട് എന്ന് ചോദിച്ചു നോക്കും. സണ്ണും ഈ എർത്തും തമ്മിൽ എത്ര ഡിഫറെന്റ്. ഒരു ക്രിക്കറ്റ് ബോള് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഒരു ഫുട്ബോള് സണ്ണ്. ഞാൻ വെറുതെ ഒന്ന് പറയാം, എന്റെ സ്റ്റേറ്റ്മെന്റ് അത് ശരിയല്ല, വെറുതെ പറയാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. എത്ര വലുപ്പമുണ്ട് എന്നാണ് സയൻസ് പറയുന്നത്? 148.43 million. ഡിഫറെന്റോ? ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ടാപ്പ് വെച്ച് അളക്കാൻ പറ്റുമോ? സണ്ണിനെ പോയിട്ട് ഒരാൾക്ക് ടാപ്പ് വെച്ചിട്ട് പോയിട്ട് അളക്കാൻ പറ്റുമോ? അതൊന്നുമില്ല, സണ്ണാണ് അല്ലെ, കരിഞ്ഞു പോവും. റൈറ്റ്? അങ്ങനെയുള്ള സ്റ്റാർസ്, അതിനേക്കാളും വലിയ സ്റ്റാർസ്, 100 ബില്യൺ സ്റ്റാർസിന്റെ ഒരു കൂട്ടമാണ് ഒരു ഗാലക്സി. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗൂഗിൾ ചെയ്യുന്നവരൊക്കെ ഗൂഗിൾ ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര ഗാലക്സികൾ ഉണ്ട് ആകാശത്ത്? അറൗണ്ട്. $200 billion മുതൽ 200 trillion വരെ. ട്രില്യൺ ബില്യൺ. നമ്മള് പറയില്ലേ കിളി പോവാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഗാലക്സികൾ, എത്രത്തോളം വിശാലമാണ് ഈ പ്ലാനറ്റ് അല്ലെ? ആ മുഴുവൻ പ്ലാനറ്റിന്റെയും കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും കൺട്രോൾ ആരുടെ കയ്യിലാണ്? ദിയ ഫാത്തിമ? അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു അല്ലേ? അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇപ്പൊ അള്ളാഹിന്റെ പവർ മനസ്സിലായില്ലേ? അല്ലെ? അള്ളാഹിന്റെ പവർ മനസ്സിലായില്ലേ? ഈ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആരാ പിന്നെ? ഈ അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ആരാ? നമ്മളതിൽ ഏറ്റവും വലിയ പവർഫുൾ പേഴ്സൺ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ? ഒരുപാട് കുട്ടിയില്ലേ? ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോ? ആ കുട്ടി ബോഡി ബിൽഡർ ആണെന്ന് വിചാരിച്ചോ? ആ കുട്ടിക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ജിം സെന്റർ തന്നെ വീട്ടിലുണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ? ആ കുട്ടിക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഒരു കാർ ഉണ്ടെന്ന് വിചാരിച്ചോ? ആ കുട്ടിക്ക് വീട്ടിലൊരു ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ? ആ കുട്ടിക്ക് ഇഷാനെ, ആ കുട്ടിയുടെ വീട്ടില് PS4ഉം എല്ലാ ഗെയിമിന്റെ എല്ലാ എക്യുപ്മെന്റ്സും വീട്ടിലുണ്ടെന്ന് വിചാരിച്ചോ? ആ കുട്ടിക്ക് ഒരു ബില്യണയർ ആണെന്ന് വിചാരിച്ചോ? ആ ബില്യണയറിന്റെ മോനാണെന്ന് വിചാരിച്ചോ? ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെന്ന് വിചാരിച്ചില്ലേ? ആ കുട്ടിയുടെ വീട്ടിൽ എല്ലാ ഫെസിലിറ്റിയും, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ കുട്ടീനെ ഡെയിലി സ്കൂളിൽ വിടുന്ന തന്നെ ഒരു 2 ബോഡി ഗാർഡൊക്കെ വന്ന് കാറിലാണ് കൊണ്ടുവന്ന് ഇറക്കുക. വിചാരിച്ചോ? ആ കുട്ടിയെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി കിട്ടിയാൽ നിങ്ങൾക്ക് ഇഷ്ടാവൂലേ? അല്ലെ? നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ടാവില്ലേ? അതില് കുറെ ഗുണമല്ലേ? റൈറ്റ്? എന്നതുപോലെ അതെന്നെ ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയെ പോലെയുള്ള ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും സൃഷ്ടിച്ച, ഈ സമാവാത്ത് സൃഷ്ടിച്ച, ഈ ആകാശ ലോകങ്ങളെ മുഴുവൻ ഫാത്തിറായിട്ടുള്ള അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മൾ ജയിച്ചില്ലേ? പിന്നെ നമ്മളെ തോൽപ്പിക്കാർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ഇതാണ് വജ്ജഹുത്തു. നിസ്കരിക്കാൻ വേണ്ടി ആദ്യം കൈകെട്ടിട്ട് എന്താ പറയുന്നത്? വജ്ജഹുത്തു, എന്റെ വജ്ഹിനെ ഞാൻ തിരിച്ചിരിക്കുകയാണ്. എവിടേക്കാ തിരിക്കുന്നത്? വജിഹിയലില്ലദീ ഫറസ്സമാവാതി വൽ അർള്, ആകാശ ഭൂമികളുടെ ഫാത്തിറായിട്ടുള്ള എന്ന് പറഞ്ഞാല് എല്ലാം നിയന്ത്രിച്ച് എല്ലാം കൺട്രോൾ ചെയ്യുന്ന, എല്ലാത്തിന്റെയും അധിപനായിട്ടുള്ള ഫാത്തിറായിട്ടുള്ള അള്ളാഹുവെ, നിന്റെ മുമ്പിലേക്ക് ഞാനിതാ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ
നിങ്ങൾ എന്താ ചെയ്യാ? ഒന്നെങ്കിൽ കോട്ടുപാടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയുന്നുണ്ടാവും. നിസ്കരിക്കുമ്പോ അങ്ങനെയല്ലേ അല്ലേ? അർത്ഥം അറിഞ്ഞ് നിസ്കരിക്കുമ്പോ അങ്ങനെയാ. അർത്ഥം അറിഞ്ഞിട്ട് പേടിക്ക. നിങ്ങളെ സ്കൂളിലെ പ്രിൻസിപ്പൽ റൂമിൽ പോയിട്ടുണ്ടോ? എന്തിനാ പോയത്? നിങ്ങളെ ക്ലാസ്സിലൊരു നല്ലൊരു അടി നടന്നെന്ന് വിചാരിച്ചോ, നിങ്ങളും നിങ്ങളുടെ വേറൊരു കുട്ടിയും തമ്മിൽ. നിങ്ങളെ പ്രിൻസിപ്പൾ പിടിച്ചു കൊണ്ടുപോയി, നിങ്ങൾ ആ മെയിൻ പ്രശ്നക്കാരൻ നിന്നൊക്കെ ടീച്ചർ മനസ്സിലാക്കി അടിയൊക്കെ കിട്ടി കൊണ്ടുപോയി പ്രിൻസിപ്പളെ മുമ്പിൽ നിർത്തി ആകെ പ്രശ്നമായി, പാരൻസിനൊക്കെ വിളിച്ച്. ആ സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവുക? കുറ്റം ചെയ്ത് നിൽക്കുന്ന ഒരാള് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും അല്ലേ? എന്നാലാവട്ടെ അതേ പ്രിൻസിപ്പള് നിങ്ങൾ ക്ലാസ്സിൽ ടോപ്പറായി, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിംസിലോ ഒക്കെ വലിയ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യനായി, നിങ്ങളുടെ സ്കൂൾ അറിയപ്പെടാൻ തുടങ്ങി, നിങ്ങളുമായി നിങ്ങളുടെ സ്കൂൾ അറിയപ്പെട്ടു, പ്രിൻസിപ്പൾ സ്പെഷ്യലായിട്ട് റൂമിലേക്ക് വിളിപ്പിച്ചു പ്രിൻസിപ്പൾ വക ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ നിൽക്കുക? അതുപോലെ അല്ലെ, അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ട് ഫേസും അള്ളാഹ്ക്കുണ്ട് അല്ലെ? ഈ രണ്ട് ഫേസും അള്ളാഹ്ക്കുണ്ട്. അള്ളാഹു അത്രയും റഹ്മാനാണ്, റഹീമാണ്. എന്നാൽ ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അള്ളാഹുവിന്റെ ഒരു പിടുത്തം പിടിച്ചാൽ അത് നമ്മൾ സ്ട്രോങ് തന്നെ ആയിരിക്കും. നല്ല പണിയാണ് പഠിച്ചവൻ തരുമ്പോൾ. അപ്പൊ അള്ളാഹു ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തിന്റെ ഫാത്തിറായിട്ടുള്ള അള്ളാഹിന്റെ മുമ്പിൽ നമ്മളിതാ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? വജ്ജഹ്തു വജിഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള് ഹനീഫൻ, ഏറ്റവും താഴ്മയോടുകൂടി ഞാനിതാ നിൽക്കുന്നു എന്ന് പറയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഈ നിസ്കാരം എന്തിനാണ്? നിസ്കാരം മറ്റ് തെറ്റുകളിൽ നിന്ന് നമ്മളെ തടയാനാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. മറ്റ് കുറ്റങ്ങളിലും തെറ്റുകളിലും നമ്മൾ പോവാതിരിക്കാനാണ് നിസ്കാരം. ഇന്ന് സുബഹിന് പള്ളിയിൽ പോയവർ കൈപൊക്കിയേ. സുബഹിന് പള്ളിയിൽ പോയ ആൺകുട്ടികൾ, അവരാണ് ആൺകുട്ടികൾ. ജൗഹറുണ്ട്, സൽമാനുണ്ട്, പിന്നെ ആരുല്ലേ? മിസ്ഹബ് ഉണ്ട്, മിസ്ഹബ് കലാം, റിൻഷാദ്, പള്ളിയിൽ പോയവര്. ഇന്ന് മഗ്‌രിബിന് പള്ളി പോയ, അത് വളരെ അപൂർവമായിരിക്കുമല്ലോ. മഗ്‌രിബിന് പള്ളി പോയ ആരെങ്കിലും ഉണ്ടോ? മഗ്‌രിബിന് പള്ളി പോയ ആരെങ്കിലും? ഇന്നലെ പോയവരോ ഇന്ന് പോയവരോ? മഗ്‌രിബിന് പള്ളി പോകാൻ പറ്റാറിന് അത്രയും നല്ല പള്ളിയായിട്ട് ബന്ധവും ഒക്കെ അടുപ്പമുള്ള കുട്ടികൾ മാത്രമേ പോവുള്ളൂ അല്ലെ? ഓക്കെ. ഇന്നലെ തറാവീഹ് നിസ്കരിച്ചവർ ആരൊക്കെയാ കൈവോക്കി? തറാവീഹ് നിസ്കരിച്ചവർ അതെല്ലാവരും പോകുന്നുണ്ട് അല്ലെ? തറാവീഹിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് മഗ്‌രിബ് നിസ്കാരം. എല്ലാം തലകുത്തനെ പിടിച്ച ലോകത്താണ് നമ്മളുള്ളത്. തറാവീഹിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മഗ്‌രിബ് നിസ്കാരം. മഗ്‌രിബ് നിസ്കാരത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് ഇശാ നിസ്കാരം. ഇശാ നിസ്കാരത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് അസർ നിസ്കാരം. അസർ നിസ്കാരത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് ളുഹർ നിസ്കാരം. ളുഹർ നിസ്കാരത്തെക്കാളും പ്രധാനമാണ് സുബഹി നിസ്കാരം. സുബഹിനേക്കാളും പ്രധാനമാണ് ഇശാ നിസ്കാരം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. 5 നിസ്കാരത്തിന് ഒരേ പ്രാധാന്യം തന്നെയാ. അപ്പൊ ഈ 5 നിസ്കാരമാണ് പ്രധാനം. ഓക്കെ, തറാവീഹ് അല്ല. ഓക്കെ. അപ്പം വഖത്തിന് റമദാനിൽ എടുക്കേണ്ട ഒരു തീരുമാനം, നിസ്കാരം എല്ലാം പള്ളിയിൽ പോയിട്ട്, ആൺകുട്ടികൾ പ്രത്യേകിച്ച് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. അത് ചെയ്യാത്തവർ ആ ശീലങ്ങൾ ഉണ്ടാക്കുക. നിസ്കാരം ഏറ്റവും പ്രധാനം. നിസ്കാരമില്ല നമ്മളില്ല. നമ്മളും അള്ളയും തമ്മിലുള്ള കണക്ഷൻ എന്താ? നിസ്കാരമാണ്. അത് ഉമ്മ പറഞ്ഞിട്ടും ബാപ്പ പറഞ്ഞിട്ടും അല്ല നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അതിന് നിസ്കരിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞവരെ മുസ്ലിയാർ എന്ന് പറഞ്ഞില്ലേ, മുസല്ല, നിസ്കരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, കൃത്യസമയത്ത് നിസ്കരിക്കുന്നവർ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ദാഇമൂൻ, അവര് നിസ്കാരം സ്ഥിരമായി നിസ്കരിക്കുന്നവരാണ്. അങ്ങനെ നിസ്കരിക്കുന്നവരായിട്ട് നമ്മളെല്ലാവരും അള്ളാഹ് മാറ്റട്ടെ. അള്ളാഹ് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യാ. ഒന്നിങ്ങനെ കൈവച്ചേ, ഒന്ന് നേരിരുന്നേ. അള്ളാഹു ഞങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. 5 നേരം നിസ്കരിക്കുന്നവരാക്കണേ അല്ലാ. അള്ളാഹു മരിക്കുന്നത് വരെ 5 വക്ത് നിസ്കരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ പറ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവെ 5 വക്തും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. യാതൊരു മടിയുമില്ലാതെ ഇഷ്ടത്തോടെ നിസ്കരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. കണ്ണിനെ സൂക്ഷിക്കാൻ അള്ളാഹുവെ തൗഫീഖ്, തെറ്റായ കാഴ്ചകൾ കാണാതെ അള്ളാഹുവെ കണ്ണിനെ സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. നാവ് കൊണ്ട് ഒരാളെയും ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, തെറ്റായ ഒന്നും പറയാതെ നല്ല വാക്ക് മാത്രം സംസാരിക്കുന്ന, നല്ല
നല്ല മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണേ അല്ല. കാതുകൊണ്ട് അനാവശ്യങ്ങൾ കേൾക്കാതെ അങ്ങനെ കേൾക്കേണ്ടി വന്നാൽ അവിടുന്ന് മാറിപ്പോകാനുള്ള മനസ്സ് തരണേ അല്ല. മനസ്സുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുന്ന ആളുകളാക്കി ഞങ്ങളെ എല്ലാവരെയും മാറ്റണേ അല്ല. ഞങ്ങളുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ അല്ലാഹുവെ ശിഫയാക്കി തരണേ അല്ല. അസുഖങ്ങൾ കൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ലേ അല്ല. മാരകമായ അസുഖങ്ങളില്ലാതെ ഞങ്ങളെ കാക്കണേ അല്ല. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷവും സ്നേഹവും കൊടുക്കണേ അല്ല. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ നല്ല സ്നേഹവും ബന്ധവും നിലനിർത്തണേ അല്ല. റഹ്മത്തും ബറക്കത്തും ചെയ്യണേ അല്ല. അള്ളാഹു നന്നായിട്ട് പഠിക്കാനുള്ള ബുദ്ധി തരണേ അല്ല. നല്ല നാഫിയ ആയിട്ടുള്ള അറിവ് നൽകണേ അല്ല. അള്ളാഹുവെ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ല. നല്ല ഭരണാധികാരികളെ തരണേ അല്ല. അള്ളാഹുവെ ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ജോലി ചെയ്യുന്ന ഉപ്പാക്ക് നല്ല ഹെൽത്ത്, മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ല. നല്ല റിസ്ഖ് കൊടുക്കണേ അല്ല. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله. സലാം അടുക്കണതിന്റെ മുമ്പ് ഒരു കാര്യം കൂടെ, ഇപ്പൊ ഇശാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നാട്ടിലുള്ള കുട്ടികൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പുറത്തുള്ളവര് സൗദിയിലും ഖത്തറിലും പിന്നെ ഇവിടൊക്കെ ഉള്ളവര് എന്ത് ചെയ്യുക, നിങ്ങളുടെ നാട്ടിലെ മഗ്‌രിബിന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ബർക്കത്തുള്ള കാര്യം. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Assalamualaikum warahmatullahi wabarakatuh.